ഹായ് വെൽക്കം ടു മൈറ്റ്കം SLC കെമിസ്ട്രി ലെക്ചർ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കെമിസ്ട്രി ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്. അതിനകത്ത് നമ്മൾ 3 ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ കണ്ടു. മോൾ കോൺസെപ്റ്റിന്റെ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഐഡിയ നമ്മൾ പറഞ്ഞു. നമ്മളത് പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഏതെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എടുത്താൽ, ദാറ്റ് മീൻസ് ഇഫ് യു ആർ ടേക്കിംഗ് ദ അറ്റോമിക് മാസ് of any element, atomic mass of any element, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എടുത്താൽ അതിനകത്ത് 6.022 into 10⁻23 ആറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 6.022 into 10⁻23 ആറ്റത്തിന്റെ മാസ് ആണ്. അതായത് കാർബൺ എടുത്താൽ, കാർബൺ 12 എടുത്താൽ, കാർബൺ 12ന്റെ 6.022 into 10⁻23 ആറ്റം എടുത്താൽ അതിന്റെ വെയിറ്റ് ആണ് 12 ഗ്രാം. ഓക്സിജൻ എടുത്താൽ, ഓക്സിജന്റെ 6.022 into 10⁻23 ആറ്റം എടുത്താൽ അതിന്റെ വെയിറ്റ് ആണ് 16 ഗ്രാം എന്ന് പറയുന്നത്. ഇത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും ഗ്രാം അറ്റോമിക് മാസ്. നമ്മൾ വിളിക്കും ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് മാസ് ഓഫ് ആൻ എലമെന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മാസ് ഓഫ് ആൻ എലമെന്റ് in grams is equal to the atomic mass is called gram atomic mass. That means gram atomic mass can be short expressed as GAM. Gram atomic mass can be expressed as GAM. നമ്മളിപ്പോൾ ഇതിനെ നമ്മൾ ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുന്നു, എലമെന്റിന്റെ അറ്റോമിക് മാസ് നോക്കുന്നു, നമ്മൾ മാസ് ഇൻ ഗ്രാം എഴുതുന്നു, നമ്മളതിനെ GAM എഴുതുന്നു, എത്ര ആറ്റം ഉണ്ടെന്ന് പറയുന്നു. ഇത് ചെയ്യുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ എടുത്തു, കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12, അതായത് ഗ്രാമിൽ എഴുതിയ എത്രയാണ്? 12 ഗ്രാം. ഇതെന്ന് പറയുന്നത് 1 GAM ആണ്. അതിനകത്ത് എത്ര ആറ്റം ഉണ്ടാകും? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. ഇതേ കാർബൺ അറ്റോമിക് മാസ് എപ്പോഴും സെയിം തന്നെ. അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് 12. ഓക്കെ, അതിന്റെ മാസ് നമ്മൾ ഗ്രാമിൽ എടുക്കുന്നു. ഒരു സാധനത്തിന് നമ്മൾ മാസ് എടുത്തപ്പോൾ അത് 24 ഗ്രാം ഉണ്ടായിരുന്നെന്ന് വിചാരിക്കാം. 24 ഗ്രാം ഉണ്ടെങ്കിൽ 12 ഗ്രാം എന്ന് പറയുന്നത് ഒരു GAM ആണെങ്കിൽ 24 ഗ്രാം എന്ന് പറയുന്നത് 2 GAM ആയിരിക്കും. 12 ഗ്രാമിനകത്ത് 6.022 10⁻23 ആറ്റം ഉണ്ടെങ്കിൽ 24 ഗ്രാമിനകത്ത് 2 into 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇൻ ദ സെയിം വേ നമ്മളിപ്പോൾ ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ, ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. നമ്മൾ എടുത്ത മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണെങ്കിൽ അതെന്താണ്? 1 GAM ഓഫ് ഓക്സിജൻ ആണ്. അപ്പൊ അതിനുള്ളിൽ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഫൈൻ, ഡൺ. സോ ഇപ്പൊ നമ്മൾ ഈ ഒരു ഡാറ്റ വെച്ച് നമുക്കൊരു 2-3 ഇടത്തിനെയും കൂടെ നമുക്ക് ഓർത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ നൈട്രജൻ എടുത്താൽ, നൈട്രജന്റെ 1 GAM എന്ന് പറയുന്നത് 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ഗ്രാം ആണ്. നമ്മളിപ്പോ ക്ലോറിൻ എടുത്താൽ, ക്ലോറിന്റെ 1 GAM എന്ന് പറയുന്നത് 35.5 ഗ്രാം ആണ്. അപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ 12 ഗ്രാം കാർബൺ എടുത്തു, അല്ലെങ്കിൽ 16 ഗ്രാം ഓക്സിജൻ എടുത്തു, അല്ലെങ്കിൽ 14 ഗ്രാം നൈട്രജൻ എടുത്തു, അല്ലെങ്കിൽ 35.5 ഗ്രാം ക്ലോറിൻ എടുത്തു. ഇതിനെല്ലാം ഉള്ള ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. എത്ര ആറ്റം കാണും? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഫൈൻ, 6.022 into 10⁻23 ആറ്റംസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഡൺ. സോ ഇപ്പൊ നമ്മുടെ കയ്യിൽ 32 ഗ്രാം ഓക്സിജൻ ഉണ്ടെങ്കിൽ, 32 ഗ്രാം ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ, നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഒരു GAM ഓഫ് ഓക്സിജൻ, 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. 16 ഗ്രാമിൽ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഇവിടെ എത്രയാണ്? ഇവിടെ നമുക്ക് 32 ഗ്രാം ഉണ്ട്. 32 ഗ്രാം എന്ന് പറഞ്ഞ എത്ര GAM ആണ്? 32 ഡിവൈഡഡ് ബൈ 16, അതായത് 2 GAM. ഒരു GAM-ൽ 6.022 10⁻23 ആറ്റം ഉണ്ട്. അപ്പൊ 2 GAM-ൽ
2 into 6.022 into 10 raised to 23 ആറ്റംസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഫൈൻ. ഇപ്പൊ അതിന് പകരം നമുക്ക് തരുന്നതെന്ന് പറയുന്നത് 40 gram ഓഫ് ഓക്സിജൻ ആണെന്ന് വിചാരിച്ചു. 40 gram ഓക്സിജൻ. നമുക്കറിയില്ല ഇത് എത്ര GAM ഉണ്ട് എന്ന്. അപ്പം 16 gram എന്ന് പറയുന്ന ഒരു GAM ആണെങ്കിൽ 40 ഡിവൈഡ് ബൈ 16 എന്ന് പറയുമ്പോൾ 2.5 GAM. അപ്പോൾ ഒരു GAMൽ 6.02 10 raised to 23 ആറ്റം ആണെങ്കിൽ 2.5 GAMൽ 2.5 into 6.022 into 10 raised to 23 ആറ്റംസ് ഉണ്ടായിരിക്കും. 6.022 into 10 raised to 23 ആറ്റംസ് ഉണ്ടായിരിക്കും. ക്ലിയർ? അപ്പോ നമുക്ക് ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് 1 gram atomic mass of any element, ഏത് എലമെന്റ് എടുത്താലും 1 gram atomic mass of any element contains എന്താണ് 6.022 into 10 raised to 23 atoms. 1 gram atomic mass of ഏത് എലമെന്റ് എടുത്താലും അതിനകത്ത് 6.022 into 10 raised to 23 atoms ഉണ്ടാവും. ഈ 6.022 into 10 raised to 23 ആറ്റം അല്ലെങ്കിൽ 6.0 10 raised to 23 എന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. is called Avogadro number. In short form, it can be represented as N. Short form, it can be written as N. So, അപ്പോൾ എത്ര ഗ്രാം അറ്റോമിക് മാസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് of that element. Gram atomic mass of that element. How? For example, 48 gram of oxygen എന്ന് പറയുന്നത് number of gram atomic mass എത്ര GAM ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? Given mass 48 gram atomic mass of oxygen is 16. 48 divided by 16 equal to 3 GAM. ഒരു GAMൽ 6.02 10 raised to 23 പാർട്ടിക്കിൾ ആണെങ്കിൽ 3 GAMൽ 3 into 6.022 into 10 raised to 23 ഓക്സിജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. 10 raised to 23 ഓക്സിജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. ഫൈൻ. ഓക്കെ. ഇവിടെ ഒരു കാര്യം കൂടെ അറിയാനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ 6.022 into 10 raised to 23 22 into 10 raised to 23 ഈ ഒരു ടേം അല്ലെങ്കിൽ 6.023 into 10 raised to 23 ആറ്റംസ് ഇതിനെ വിളിക്കുന്ന പേരാണ് 1 mole of atoms. That means 1 mole means അതിൽ 6.022 into 10 raised to 23 എന്നാണ്. അതായത് നമുക്കിപ്പോൾ പറയുന്നത് 1 mole of atom എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ അർത്ഥം 6.022 into 10 raised to 23 atoms. പറയുന്നത് 1 mole of molecules എന്നാണെങ്കിൽ 1 mole of molecules എന്നാണെങ്കിൽ അതിലുണ്ടാവുക 6.022 into 10 raised to 23 molecules ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫൈൻ. ഓക്കെ. ഇനി 1 mole of ions എന്നാണ് പറയുന്നതെങ്കിലാണ് അതിനകത്ത് 6.022 into 10 raised to 23 ions ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ? ഫൈൻ. സോ ഇതാണ് നമ്മൾ ആറ്റം, ഗ്രാം അറ്റോമിക് മാസും നമ്പർ ഓഫ് ആറ്റോമായിട്ടുള്ള ബന്ധം, എന്താണ് അവോഗാഡ്രോ നമ്പർ, ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടു. ഇനി നമുക്കറിയാം ആറ്റങ്ങൾ കൂടി ചേർന്നാണ് മോളിക്യൂൾ ഉണ്ടാവുന്നത്. ആറ്റംസ് ജോയിൻ ചെയ്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ആറ്റംസ് കൂടി ചേർന്നാണ് മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഓക്സിജൻ ആറ്റം എടുത്താൽ, വി ഹാവ് എൻ ഓക്സിജൻ ആറ്റം, നമ്മളൊരു ഓക്സിജൻ മോളിക്യൂൾ എടുക്കുന്നു. നമുക്കറിയാം ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ O2. അതായത് ഇതിനകത്ത് എന്തുണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഒരു മോള് ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 2 മോള് ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 32 ഗ്രാം ആയിരിക്കും. ആലോചിച്ച് നോക്കിയേ, ഒരു മോൾ ഓക്സിജൻ, ഒരു ഓക്സിജൻ 2 ഓക്സിജൻ കൂടി ചേർന്ന് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവുന്നു. അപ്പം ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എന്താണ്? 1 GAM എന്ന് പറയുന്നത് 16 ഗ്രാം. 2 ഓക്സിജനുകൾ കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ
gram molecular mass of oxygen will be equal to 32 gram. അതായത് what is that? That is the mass of 1 mole of oxygen molecule. Mass of 1 mole of oxygen molecule. അവിടെയും എന്താണ്? നമ്പർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ പറയാം. If you are taking 6.022 into 10 raised to 23 molecules of oxygen എടുത്താൽ ഒരു മോളിക്കൂൾ എന്ന് പറയുന്നത് അത് 2 ആറ്റം ഉണ്ട്. അതെന്താണ്? നത്തിങ് ബട്ട് അപ്പം 2 into 6.022 into 10 raised to 23 atoms of oxygen ആണ്. Correct? 6.022 into 10 raised to 23 atoms of oxygen വെയിറ്റ് എന്താണ് എന്ന് പറയുന്ന 16 gram ആണ്. അപ്പൊ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32 gram. 32 gram എന്ന് പറയുന്നത് 6.022 into 10 raised to 23 ഓക്സിജൻ മോളിക്കൂളുകളുടെ വെയിറ്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ. ഇറ്റ് ഈസ് മോളിക്കുലാർ മാസ് സിൻസ് ഇറ്റ് ഈസ്, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാമിലായതുകൊണ്ട് ഗ്രാം മോളിക്കുലാർ മാസ്, ദാറ്റ് ഈസ് കോൾഡ് GMM. അപ്പൊ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എടുത്താൽ അതിനകത്ത് 6.022 10 raised to 23 മോളിക്യൂൾസ് ഉണ്ടാവും. ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉള്ളത് കൊണ്ട് അതിനകത്ത് 2 into 6.022 10 raised to 23 ആറ്റംസ് ഓഫ് ഓക്സിജനും ഉണ്ടാവും. ക്ലിയർ? ഫൈൻ. നമുക്ക് ഒരു എക്സാമ്പിൾ ഇതിനകത്ത് കാണാം. ഇപ്പൊ നമ്മൾ ഉദാഹരണം എടുക്കുവാണെങ്കിൽ നൈട്രജൻ എടുക്കുവാന്ന് വിചാരിച്ചു. നൈട്രജൻ എടുത്താൽ ഒരു നൈട്രജൻ അല്ലെങ്കിൽ ഒരു മോൾ ഓഫ് നൈട്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 14 gram ആണ്. അപ്പോ 1 മോൾ നൈട്രജൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 6.022 into 10 raised to 23 നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 into 6.022 into 10 raised to 23 നൈട്രജൻ ആറ്റം ആണുള്ളത്. കാരണം എന്താണ്? ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. ഇത്രയും ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 14 gram ആണ്. അങ്ങനെയാണെങ്കിൽ 2 വരുമ്പോൾ എന്ത് വരും? 2 into 14 that is equal to 28 gram. അതായത് 1 mole ഓഫ് നൈട്രജൻ മോളിക്യൂളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 28 gram ആണ്. ഇതിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇതുവരെ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണ് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കൂടി വീഡിയോ കണ്ടു നോക്കാം. കാരണം ഇത് മനസ്സിലായി വരാൻ ഇച്ചിരി സമയം എടുക്കും. കുറച്ച് സമയം കൊടുത്ത് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റിന്റെ ആൻസർ കാണുകയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മൾ അതിന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാവും. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, please like to this particular video, subscribe to our channel, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും എല്ലാം ഷെയർ ചെയ്യുക. Keep watching, keep learning. Thanks for watching.